നമസ്കാരം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഒരു പദം കഴിഞ്ഞ കുറേ കാലമായി ഞാൻ വാർത്തകളിലൂടെ അവതരിപ്പിക്കാറുണ്ട്. ചില ആളുകൾക്കെങ്കിലും അതിനെക്കുറിച്ച് സംശയമുണ്ട്. എന്താണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം? ചിലരൊക്കെ പറയും ഇസ്ലാം തന്നെ പൊളിറ്റിക്കലാണ്. അപ്പോൾ പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരെയാണ്. മറ്റു ചിലർ പറയും പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പേരിൽ ഇസ്ലാമിനെ വിമർശിക്കുകയാണ്. ഞാൻ നിരവധി ഇടങ്ങളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും രണ്ടാണ്. റിലീജിയസ് ഇസ്ലാം എന്നാൽ ഇസ്ലാം എന്ന മതത്തിൽ വിശ്വസിക്കുന്ന, ആ മതത്തിൻ്റെ ആചാരങ്ങൾ പാലിക്കുന്ന ഒരു സാധാരണ മുസ്ലിമിനെ പ്രതിനിധാനം ചെയ്യുന്നു. അവന് ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരനായിരിക്കും. ആ രാജ്യത്തെ നിയമങ്ങൾ, സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ അവൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്നു. മറ്റു മതസ്ഥരെ പോലെ തന്നെ ഇന്ത്യയിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും മറ്റു മതസ്ഥരും അവരവരുടെ വ്യക്തി ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ കൃത്യമായി മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും അതേസമയം അത് രാജ്യത്തിൻ്റെ നിയമങ്ങളെയും ഭരണഘടനയെയും മറികടക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അത് റിലീജിയസ് ഇസ്ലാം ആകുന്നത്. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ആ മതത്തിൻ്റെ നിയമങ്ങൾ രാഷ്ട്രത്തിൻ്റെ കൂടി നിയമങ്ങളാവുമ്പോഴാണ്. രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ എല്ലാ പൗരന്മാർക്കും ബാധകമാണെങ്കിൽ മതത്തിൻ്റെ നിയമങ്ങൾ ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ബാധകമാവുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിൽ പലപ്പോഴും മതനിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങളാവുന്നതും അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതും. എന്നാൽ പൊതുവെ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങൾ റിലീജിയസ് ഇസ്ലാമിനെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും രണ്ടാക്കി നിർത്തും. മലയാളികൾ ആശ്രയിക്കുന്ന GCC രാജ്യങ്ങൾ എടുക്കുക. അത് UAE ആവട്ടെ, ഖത്തർ ആവട്ടെ, കുവൈറ്റ് ആവട്ടെ, ബഹ്റൈൻ ആവട്ടെ, മറ്റേത് രാജ്യവുമാവട്ടെ, ആ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളാണ്. അവിടെ ശരീഅത്ത് നിയമമുണ്ട്. പക്ഷേ ആ ശരീഅത്ത് നിയമങ്ങൾ അവിടെയുള്ള മറ്റു മതസ്ഥർക്ക് ബാധകമല്ല. അതായത് മതസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇസ്ലാം വിമർശനത്തിനൊന്നും തുനിയരുത്, പക്ഷേ മര്യാദയ്ക്ക് നിങ്ങളുടെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. സൗദി കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത രാജ്യമായിരുന്നു. പതിയെ പതിയെ സൗദി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാൻ എന്ന രാജ്യം അങ്ങനെയല്ല. അവരുടെ മതനിയമങ്ങൾ ആ രാജ്യത്തെ സകല മനുഷ്യർക്കും ബാധകമാണ്. എന്താണോ മതനിയമം, ആ നിയമം തന്നെയാണ് രാഷ്ട്രത്തിൻ്റെ നിയമവും. അതുകൊണ്ടാണ് ഇറാൻ എന്ന രാജ്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലവിലുള്ള ഏക പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രതിനിധികൾ. മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ മതനിയമങ്ങൾ തന്നെയാണ് ഏറിയും കുറഞ്ഞും രാഷ്ട്ര നിയമങ്ങളെങ്കിലും അത് മറ്റു മതസ്ഥരെ ബാധിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ഇസ്ലാമിക നിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങളായി മാറണം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങളെ അതുകൊണ്ടാണ് GCC രാജ്യങ്ങൾ നിരോധിക്കുന്നതും ഭീകര പ്രസ്ഥാനങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നതും. എന്നാൽ എക്കാലത്തും പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭരണത്തിലേക്ക് മാറ്റാനാണ്. ബംഗ്ലാദേശിൽ ഒരു പരിധിവരെ അത് വിജയിക്കുന്നു എന്ന് വേണം അവിടുത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പലതരത്തിൽ അതിൻ്റെ ദംഷ്ട്ര പടർത്തും. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഭീകര പ്രസ്ഥാനങ്ങൾ. ISIS ആണെങ്കിലും ബോക്കോ ഹറം ആണെങ്കിലും അൽ ഖ്വയ്ദ ആണെങ്കിലും അവരൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പല രീതികൾ സ്വീകരിക്കുന്നതാണ്. ഇറാൻ ആവട്ടെ രാഷ്ട്രാധികാരിയായി മതനേതാവിനെ വാഴിച്ച് മുമ്പോട്ട് പോകുന്നു. വാസ്തവത്തിൽ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയോടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റത്തെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ അതിജീവിച്ചു പോന്നിരുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അടിത്തറയിൽ രൂപം കൊടുത്ത ഇറാൻ കടന്നു കയറുമോ എന്ന ആശങ്ക GCC രാഷ്ട്രങ്ങൾക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ സ്ഥാപിച്ച് തങ്ങളെ സംരക്ഷിക്കാൻ സൗദിയും കുവൈറ്റും UAEയും ബഹ്റൈനും ഖത്തറുമൊക്കെ ആവശ്യപ്പെട്ടത്. അങ്ങനെ സുഗമമായി മുമ്പോട്ട് പോവുകയായിരുന്നു. അവിടെയാണ് ട്രംപിന് പിഴയ്ക്കുന്നത്. ട്രംപ് ഇറാൻ്റെ വലിപ്പം വില കുറച്ചു കണ്ടു. ഇസ്രായേലിൻ്റെ വാക്ക് കേട്ട് ഇറാനെ ആക്രമിക്കാൻ ചാടി പുറപ്പെട്ടു. ഒടുവിൽ എങ്ങനെ തലയൂരണം എന്നറിയാതെ പലതരം ഭീഷണികളും മുന്നറിയിപ്പുകളും ഒക്കെ കൊടുത്ത് അതൊന്നും ഏശാതെ വന്നപ്പോൾ ഇറാൻ പറഞ്ഞ അതേ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ നീക്കം നടത്തി. ഇറാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന 10 നിബന്ധനകളെ പരസ്യമായി തള്ളിപ്പറഞ്ഞില്ലെങ്കിലും അമേരിക്കയ്ക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അമേരിക്കയ്ക്ക് മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു അർദ്ധവിരാമം ആവശ്യമായതുകൊണ്ട് തൽക്കാലം അതേക്കുറിച്ച് പറയുന്നില്ല. ചർച്ചകളിലൂടെ തീരുമാനിക്കാമെന്ന് പറയുന്നു. എന്നാൽ ഇറാൻ ആവട്ടെ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മതി വെടിനിർത്തൽ എന്ന് പറഞ്ഞ് യുദ്ധം തുടരുന്നു. അമേരിക്ക മാത്രമല്ല,
ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഈ യുദ്ധത്തിൽ അമേരിക്ക തോറ്റ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മൂർഖൻ പാമ്പിനെ നോവിച്ചു വിടരുതേ എന്നൊരു പഴഞ്ചൊല്ലുള്ളതുപോലെ അമേരിക്ക ഇറാൻ എന്ന മൂർഖൻ പാമ്പിനെ നോവിച്ചു വിട്ടു. ഒന്നുകിൽ ഇറാന്റെ അണുവായുധ സംവിധാനമടക്കം തകർക്കാൻ കഴിയണമായിരുന്നു. ഇറാഖിലും സിറിയയിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അമേരിക്ക അതായിരുന്നു ചെയ്തത്. എന്നിട്ട് പോലും അഫ്ഗാനിസ്ഥാനിൽ അവർ ഭരണം തിരിച്ചു പിടിച്ചു നോക്കണം. ഇവിടെയാണ് പാതി വഴിയിൽ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഗതികേടിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നത്. ഇത് വലിയ നാശമായി മാറും. ഈ പിന്മാറ്റം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റത്തിന് കാരണമാകും. അമേരിക്കയോടും ഇസ്രായേലിനോടും ഏറ്റുമുട്ടി വിജയിച്ചവർ എന്ന ആത്മാഭിമാനം ഇറാനിയൻ ജനതയ്ക്ക് കരുത്തു പകരും. ഈ യുദ്ധത്തിലുണ്ടായ നാശം പരിഹരിക്കാൻ ഒരു ചെറിയ ഇടവേള വേണ്ടിവരും. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഇറാൻ ഒരു ഹീറോയായി മാറും. ഇറാന്റെ ചെറുത്തുനിൽപ്പിനെയും വളർച്ചയെയും സഹായിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പണമൊഴുകും. തങ്ങൾക്കൊരു രക്ഷകനുണ്ടായിരിക്കുന്നു. അവർ വിചാരിച്ച ലോകത്തെ മുഴുവൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ രീതിയിലേക്ക് മാറ്റാം എന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പലതരത്തിൽ ഫണ്ട് ശേഖരിച്ച് ഇറാനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതോടുകൂടി ഇറാൻ എന്ന ബിഗ് ബോസിന് കീഴിലേക്ക് മാറാൻ ഇസ്ലാമിക രാജ്യങ്ങൾ നിർബന്ധിതരാവും. GCC രാജ്യങ്ങളെ മുഴുവൻ വരുതിക്ക് നിർത്താൻ ഇറാൻ ശ്രമിച്ചെന്ന് വരും. തൽക്കാലം അധിനിവേശം നടത്തി സുന്നികളെ നശിപ്പിക്കാനോ ഷിയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനോ ശ്രമിക്കില്ലെങ്കിലും പതിയെ പതിയെ അവർക്ക് പിടിമുറുക്കാൻ കഴിയും. ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും അടക്കമുള്ള ഭീകര സംഘടനകൾ ശക്തിപ്പെടും. അമേരിക്ക പതിയെ പതിയെ പിന്മാറിയാൽ ഇസ്രായേലിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാവും. അടിസ്ഥാനപരമായി ഇസ്ലാം മതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവരുടെ മതം വളരുന്നതിനും ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന വിധത്തിലാണ്. പശ്ചിമേഷ്യയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 12-ാം നൂറ്റാണ്ട് വരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യാനിറ്റി ആയിരുന്നു മുമ്പിൽ നിന്നത്. പതിയെ പതിയെ ഇസ്ലാമിലേക്ക് മാറുകയും പൂർണ്ണമായും ഇസ്ലാമിക രാഷ്ട്രങ്ങളായി ഇവ മാറുകയും ചെയ്തു. ക്രിസ്ത്യാനിറ്റി ഉദയം കൊണ്ടതും ആദിമസഭ പടർന്ന് പന്തലിച്ചതും ഇപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളായിരിക്കുന്ന പശ്ചിമേഷ്യയിലായിരുന്നെന്ന് ഓർക്കണം. ലെബനൻ പോലുള്ള രാജ്യങ്ങൾ പിന്നെയും എത്രയോ കാലത്തിന് ശേഷമാണ് ഇസ്ലാമിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ വേഗത കൂട്ടിയത്. ഇന്നും അന്ത്യോക്യൻ സഭയുടെ ആസ്ഥാനം ലെബനനാണെന്ന് ഓർക്കണം. 1932 പോലും, അതായത് 90 വർഷം മുമ്പ് പോലും ലെബനോനിലെ ക്രൈസ്തവ ജനസംഖ്യ ആകെ ജനസംഖ്യയുടെ 58%. എന്നാൽ ഇപ്പോൾ അത് 30%-ൽ താഴെയായിരിക്കുന്നു. ഭരണഘടനാപരമായി ഇപ്പോഴും ലെബനോന്റെ പ്രസിഡന്റ് ക്രിസ്ത്യനായിരിക്കണം എന്നോർക്കണം. പക്ഷെ ജനസംഖ്യ അനുദിനം കുറഞ്ഞു വരുന്നു. എന്തിനേറെ പറയുന്നു, 1947-ൽ പാകിസ്ഥാൻ രൂപം കൊള്ളുമ്പോൾ ഏതാണ്ട് 20% ജനസംഖ്യയും ന്യൂനപക്ഷങ്ങളായിരുന്നു. ഹിന്ദുക്കളും സിഖുകാരും ക്രൈസ്തവരും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ 4% പോലും ക്രൈസ്തവരില്ല. ലെബനോനും പാകിസ്ഥാനും ഒന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിക രാഷ്ട്രസങ്കല്പമുള്ളവരല്ല, ജനാധിപത്യമുള്ളിടമാണ്. എന്നിട്ടാണ് ഇങ്ങനെയൊരു മാറ്റം സംഭവിക്കുന്നത്. അമേരിക്കയിലെ മുസ്ലിം ജനസംഖ്യയിൽ 20%-വും മറ്റു മതങ്ങളിൽ നിന്നും കൺവേർഷൻ നടത്തിയെത്തിയവരാണ്. നൈജീരിയയിൽ ഈ കണക്ക് 11%-മാണ്. ഇത്തരത്തിൽ നിശബ്ദമായി തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോഴാണ് അവർക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു നേതാവായി ഇറാൻ മാറുന്നത്. ഇറാൻ കരുത്തു തെളിയിച്ചതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സകല ശൃംഖലകളും ഇനി ഇറാനോട് വിധേയപ്പെടും. അത് ഭീകര സംഘടനകളാണെങ്കിലും ഇസ്ലാമിക രാഷ്ട്രങ്ങളാണെങ്കിലും. ഇറാൻ്റെ നേതൃത്വത്തിൽ മോഡറേറ്റ് ഇസ്ലാമിനെ ഉപേക്ഷിച്ച് റാഡിക്കൽ ഇസ്ലാമിലേക്ക് പതിയെ പതിയെ ഇവർക്കൊക്കെ മാറേണ്ടി വരും. അതെ, ട്രംപ് കൊളുത്തുവിട്ടിരിക്കുന്നത് ഒരു വലിയ കാട്ടുതീക്കാണ്. അത് അണയ്ക്കുക പ്രയാസമായിരിക്കും.